നമ്മൾ രണ്ടുപേരും അപ്പൂപ്പനും അമ്മൂമ്മയാകാൻ പോവാ. ആ സന്തോഷം ആഘോഷിക്കാൻ എന്താ വഴിന്ന് ചിന്തിക്കേ. പകരം നീ സകലതും നഷ്ടപ്പെട്ടതുപോലെ നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യം എന്താ? അറിയില്ലേട്ടാ, അനന്തരാവകാശിയെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള സന്തോഷത്തെക്കാൾ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് പേടി എനിക്ക്. പേരക്കുട്ടിയെ സ്വീകരിക്കാൻ തൊട്ടിലും കെട്ടി കാത്തിരിക്കേണ്ടതിന് പകരം എന്റെ മോനുള്ള ശവമം ചൊരുങ്ങുമെന്നുള്ള പേടി എന്നെ ഇപ്പൊ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞാലും ജയേട്ടന് മനസ്സിലാവില്ല. നിന്നോട് ഞാൻ ഇനി എന്താ പറയണ്ടേ? ദൈവം ഒരു സന്തോഷം കൈവെള്ളയിൽ വെച്ച് തരുമ്പോ അതിൽ നിന്നും ഓടി ഒളിച്ച് വേദന തേടി പോവാ നീ. നിനക്ക് ചുറ്റും ഒരു ഉത്സവത്തിന് അരങ്ങൊരുക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നീ ഒരു അന്ധകാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. മിഥുനും മേഘനയും കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് അപകടം. അവരെ രണ്ടാളെ ഒന്നിച്ച് സ്വീകരിക്കാൻ എന്റെ മനസ്സിന് പക്വത വന്നിട്ടില്ല. മംഗലാപുരത്തൊന്ന് പട്ടിയെ പോലെ ആട്ടി ഓടിച്ചിട്ടും നിന്റെ കുബുദ്ധിക്ക് അറുതി ഉണ്ടായില്ല അല്ലേ? ആ കെട്ടിടം തട്ടിപ്പ് നടത്തിയ പ്രവീൺ മാധവ് ഇയാളാണോ? പാവപ്പെട്ട എത്ര കുടുംബങ്ങളെയാ അന്ന് ഇവൻ വഴിയാധാരമാക്കിയത്. അന്ന് എല്ലാരും കൂടെ തല്ലി ഓടിച്ചതാ ഇവിടുന്ന്. പിന്നെ എന്തിനാണ് വന്നേക്കുന്നത്? മിഥുൻ, മേഘന, ആ പ്രണയദിനം നിങ്ങളുടെ ചരമദിനമാക്കണമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞുപോയി. നിങ്ങളെ ബലഹീനരാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോ അതേ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ നാണം കെടുത്താ ചെയ്തത്. പഴയതെല്ലാം തോണ്ടിയെടുത്തോണ്ട് വന്നു. എന്റെ ആത്മകഥയുടെ പുസ്തകത്തിലെ ഓരോ പേജിലും പുരണ്ടിരിക്കുന്ന ആ അഴുക്കെടുത്ത് മംഗലാപുരത്തെ പുതിയ ജനതയ്ക്ക് മുന്നിൽ നീ അത് തുറന്ന് കാണിച്ചു. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മിഥുൻ. ഇത്തവണ നിന്നെ തോൽപ്പിക്കാമെന്ന് വല്ലാത്ത ആത്മവിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ വീണ്ടും പരാജയപ്പെട്ടു. ഇതിന് നിനക്കിട്ടൊരു പണി തരാൻ സാധിച്ചില്ലെങ്കിൽ പട്ടടയിലേക്ക് എടുത്താലും എന്റെ പക കെട്ടടങ്ങില്ല. എക്സ്ക്യൂസ് മീ സർ. എന്താ സർ, ദി പ്ലൂട്ടോ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സാർ കുറെ കാലമായിട്ട് പ്രതീക്ഷിക്കുന്നതല്ലേ? ആ പ്രോജക്റ്റ് വീണ്ടും തുടങ്ങാൻ പോവാണ് സർ. നമ്മൾ നല്ലൊരു കൊട്ടേഷനും കൊടുത്ത് നല്ലൊരു പ്രസന്റേഷനും കൊടുത്താൽ ആ പ്രോജക്റ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സർ. ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ല. നീ പോയിക്കോ. അതല്ല സർ, നിന്നോട് പോകാനാ പറഞ്ഞേ. ആ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ മിഥുന് നല്ല ഹോപ്പ് ഉണ്ട് കേട്ടോ. നിന്നെ നീ എന്താ പറഞ്ഞ? ആ പ്രൊജക്ടിന്റെ കാര്യത്തിൽ മിഥുനും ഹോപ്പുണ്ടെന്നോ? അതെ സർ, ഈ പ്രോജക്റ്റ് തുടങ്ങാൻ മിഥുൻ കുറെ കാലമായിട്ട് കാത്തിരിക്കുന്നതാ. അവരുടെ കമ്പനി കുറെ കാലമായിട്ട് ഈ പ്രോജക്റ്റിന്റെ പുറകെ തന്നെയാണ് സർ. മിഥുനെ, നിനക്കുള്ള പ്രതികാരം ഏത് രീതിയിലായിരിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. നിന്നോടുള്ള കൊടും പക പോക്കാനായി മാർഗമാലോചിച്ച് വശം കെട്ടിയിരിക്കുകയായിരുന്നു. അവസാനം അതിനുള്ള വഴി കിട്ടിയിരിക്കുന്നു. നീ ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ആ പ്രൊജക്ട് ഉണ്ടല്ലോ, ഇത്തവണ ഈ പ്രവീൺ മാധവ് നേടും. ആകാശം മുട്ടെ വളർന്നിരിക്കുന്ന നിന്റെ പ്രതീക്ഷകളെ ഞാൻ നിലം പതിപ്പിക്കും. നിന്നെക്കാളും ഗംഭീരമായൊരു പ്രസന്റേഷൻ കൊടുത്ത് ആ പ്രൊജക്ട് ഞാൻ നേടുന്നത് നിനക്ക് കാണിച്ചു തരാം. എന്റെ ഭഗവാനെ, ആരും പറയാൻ പാടില്ലാത്തത്ര വലിയൊരു നുണ പറഞ്ഞുകൊണ്ടാണ് എന്റെ വീട്ടുകാരെ ഞാൻ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ നുണയിലൂടെ ഞാൻ അവരെ ചതിക്കല്ലേ ഈശ്വര. ആ നുണ
അവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും അവരെ ചതിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ഏത് നേരവും എന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ദൈവമേ. ഇവരോട് നുണ പറഞ്ഞാലും ചതിക്കാൻ ശ്രമിച്ചാലും അതെല്ലാം മിഥുനേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഈ വഴി തെരഞ്ഞെടുത്തത്. എന്നോട് പുറത്തു തരണേ ദൈവേ. ഹലോ, യാ അതേലോ. Is it? Really? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഓക്കെ, I'll be there. Definitely I'll come and meet you. See you. Bye. Thank you. Mom, Dad, നിങ്ങളൊക്കെ എവിടെയാ? എല്ലാരും ഒന്ന് താഴേക്ക് വരാമോ? എന്താ മോനെ കാര്യം? ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് പറയാൻ വേണ്ടിയാ. മിഥുന്റെ മുഖത്ത് തിളക്കം കാണുമ്പോ അത് ഇമ്പോർട്ടന്റ് മാത്രമായിരിക്കില്ല, സന്തോഷിപ്പിക്കുന്ന വാർത്തയാണെന്നുള്ളത് മനസ്സിലായി. അത് ശരിയാ ഡാഡ്. ഇന്ന് നീ കാര്യം എന്താണെന്ന് പറ. നമ്മൾ വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ദ പ്ലൂട്ടോ പ്രോജക്ട് അവരുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വിളിച്ചായിരുന്നു. അവരുടെ നെക്സ്റ്റ് പ്രോജക്ട് നമുക്ക് തരാന്ന് അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുക. നല്ലൊരു ഒന്നാന്തരം കോട്ടും ഒരു ബെസ്റ്റ് പ്രസന്റേഷനും കൊടുത്താൽ ഉറപ്പായിട്ട് നമുക്ക് തന്നെ പ്രോജക്റ്റ് കിട്ടുമോ? ദാറ്റ്സ് ഗ്രേറ്റ് മിഥുൻ. നീ വളരെയേറെ കഷ്ടപ്പെട്ട നമ്മുടെ ഓരോ പ്രൊജക്ട്സും സക്സസ്ഫുൾ ആക്കുന്നത്. ആ കഷ്ടപ്പാടിന്റെ പ്രതിഫലം ഇതെല്ലാം. അതുകൊണ്ടല്ലേ ആ വണ്ടർഫുൾ പ്രൊജക്ട് അവര് നമുക്ക് തരാൻ തീരുമാനിച്ചത്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു മിഥുൻ. താങ്ക് യു സോ മച്ച് ഡാഡ്. ഈ ഒരു പ്രൊജക്ടിനു വേണ്ടി വളരെയേറെ കാലമായിട്ട് നീ കാത്തിരിക്കാന്നുള്ളത് എനിക്കറിയായിരുന്നു. അവസരം ഒത്തുവരും വരെ ക്ഷമയോടെ കാത്തിരിക്കണം. അവസരം കിട്ടുമ്പോൾ അത് കൈവിട്ടു പോവാതെ സൂക്ഷിക്കണം. സോ നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് ആ പ്ലൂട്ടോ പ്രൊജക്ട് നീ കൈവശപ്പെടുത്തണം മോനെ. മിഥുന്റെ റൈറ്റ് ഹാൻഡ് ആയി കൂടെ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ആന്റി. ആ പ്രോജക്റ്റ് മിസ്സാവാത്ത വിധം മിഥുനെ ഞാനൊരു മിസൈലാക്കി മാറ്റും. ആന്റി വേണമെങ്കിൽ കണ്ടോ. ഓക്കെ മോം, എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഞാൻ ആ പ്രോജക്ടിന്റെ കാര്യങ്ങളിലേക്കൊന്ന് കടക്കട്ടെ. ഓക്കെ മോനെ, ക്യാരി ഓൺ. താങ്ക് യു മോം. എല്ലാവരും എന്നെ എന്തിനാ ഒരു മാതിരി നോക്കുന്നത്? മൂന്നുകാലുള്ള മുതുകളവയ്ക്ക് ആവേശം മൂത്തപ്പോ ചുടലക്കാട്ടിൽ കാലന്റെ കൂടെ നൃത്തം ചവിട്ടിയത്രേ. ഗർഭിണിയായിരിക്കുന്നവള് PT ഉഷയെ പോലെ ഓടുന്നത് കണ്ടപ്പോ അതൊന്നും ഓർത്തുപോയി. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീക്ക് ഇത്രയ്ക്ക് ശക്തിയൊക്കെ ഉണ്ടാവോ? എങ്ങനെ ഇങ്ങനെ തുള്ളിച്ചാടാൻ പറ്റുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഗർഭിണിയായിരിക്കുന്നവളാണെങ്കിൽ ഇതൊന്നും ചെയ്യൂല. ആണെന്ന് അഭിനയിക്കുന്നവരാണെങ്കിൽ ചെയ്യും. അതിൽ അത്ഭുതപ്പെടാൻ ഒന്നും ഇല്ലതാണ്. ശരിയല്ലേ ആന്റി? അപ്പൊ പിന്നെ മേഘന ഗർഭിണിയാണെന്നാണോ അല്ലെന്നാണോ?
ഇനി ചിലപ്പോ ഇല്ലാത്ത കള്ളഗർഭം അഭിനയിക്കുകയാണോ? അത് അവക്ക് മാത്രമേ അറിയൂ, എനിക്കൊന്നും പറയാനില്ല. പ്രിയമതേ, നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഒരു ഗർഭിണിയോട് സന്തോഷകരമായ വാർത്തകൾ മാത്രമേ പറയാവൂ. ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ വിളിച്ചു പറയരുത്. മോളെ മേഘനെ, എന്താ നിനക്ക് പെട്ടെന്ന് പറ്റിയത്? നീ ഒരാളല്ല എന്നുള്ള കാര്യം മറന്നോ? നിന്റെ വയറ്റിലൊരു കുഞ്ഞുമുണ്ട്. അതേ മോളെ മേഘനെ, ഈ സമയത്ത് നീ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതല്ലേ? ഓരോ ചുവട് വെക്കുമ്പോഴും അത്രയേറെ സൂക്ഷ്മതയുണ്ടാവണം. ഗർഭിണിയായിരിക്കുമ്പോ ഇത്തരം തുള്ളിച്ചാട്ടമൊക്കെ നിനക്കോ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോ അത്രയ്ക്ക് നല്ലതല്ലെന്ന് ഓർക്കണം. ശരിയാണ് മേഘനെ, നിന്റെ പഴയ അശ്രദ്ധയൊക്കെ നീ ഒന്ന് മാറ്റിവെച്ചേക്കണം. കഴിക്കുന്ന ഭക്ഷണം തൊട്ട് കുടിക്കുന്ന വെള്ളത്തിന് വരെ ഓരോ കാര്യത്തിനും ഇനി അങ്ങോട്ട് പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. ഇതൊക്കെ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? ഒരു കൂസലില്ലാതെയല്ലേ ഇപ്പൊ അങ്ങോട്ട് ഓടിയത്? എന്തൊരു കഷ്ട! എന്തെങ്കിലും പറ്റിയാൽ എന്താ അവസ്ഥ? നീ എന്താ അതൊന്നും ചിന്തിക്കാത്തത്? ദയവ് ചെയ്ത് അമ്മേനോട് ക്ഷമിക്കണം. മിഥുനേട്ടൻ തെന്നി വീഴാൻ പോയപ്പോ ഞാൻ പിന്നൊന്നും ഓർത്തില്ല. ഇപ്പോഴത്തെ കാര്യം പോട്ടെ, ഇനിയൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. ഒരു തെറ്റും സംഭവിക്കാതെ നോക്കണം. പോട്ടെ, സാരമില്ല, കൊച്ചു കാര്യമല്ലേ എന്നൊന്നും വിചാരിക്കരുത്. നിനക്ക് മനസ്സിലായില്ല? ശ്രദ്ധിച്ചോളാം അമ്മേ. മേഘനയുടെ ഈ ദിവ്യഗർഭത്തിൽ എനിക്ക് കുറേയേറെ സംശയങ്ങളുണ്ട് മഞ്ജരി. അവള് ഗർഭിണിയാകാതെ ആണെന്ന് പറഞ്ഞ് നമ്മളെ എല്ലാം പറ്റിക്കുകയാണോ? തുടക്കം മുതലേ എന്റെ മനസ്സിലും അങ്ങനെ ഒരു സംശയമുണ്ട്. വിവാഹമോചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ ഒരുക്കിയ മാസ്റ്റർ പ്ലാൻ ആയിരിക്കോ ഇത്? അത് ശരിയാണ് ആന്റി. ശരിക്കും ഗർഭിണിയായിരിക്കുന്നവർക്ക് അതിൻ്റെതായ പല ക്ഷീണങ്ങളും ഉണ്ടായിരിക്കുന്നതല്ലേ. ഇവളിപ്പോ ജില്ല് ജില്ലെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയല്ലേ നടക്കുന്നേ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ട കാര്യം മഞ്ജരി. ആ ഗർഭത്തിന്റെ പുറകിലുള്ള സത്യം നമ്മൾ കണ്ടുപിടിക്കണം. അതവിടെ നിൽക്കട്ടെ ആന്റി. അരുണിമാന്റെ ആളാകെ മാറിയല്ലോ. നീ സൂക്ഷിക്കണം, തെറ്റൊന്നും പറ്റരുത് എന്ന ആകമാനോളൊരു സ്നേഹമാണല്ലോ. നന്ദൻ ഫാമിലിയുടെ അനന്തരാവകാശിയെ അവളെ സമ്മാനിക്കുന്നതിന് സന്തോഷമാണോ? അരുണിമേച്ചി എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്ന നിപ്പിലല്ല അരുണിമേച്ചിയുടെ ഭാവം മാറിയത്. ഇത്രയും നാളുമില്ലാതെ മേഘനയുടെ ഗർഭത്തിന്റെ കാര്യത്തിൽ എന്തൊരു കരുതലാണോ? അനന്തരാവകാശിയെ കിട്ടുമെന്ന് അരുണിമാന്റെ മനസ്സിൽ ഒരു മോഹം ഉദിച്ചിട്ടുണ്ടാവും. എങ്കിൽ ഇനി ആ മേഘനെ ആന്റി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുമെന്ന് തോന്നില്ല. അതോർത്ത് നീ വിഷമിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാന്നേ. എങ്ങനെ ശരിയാക്കാന്ന് ആന്റി പറയുന്നത്? ഇപ്പൊ തന്നെ എല്ലാം കൈവിട്ട് പോയിരിക്കുന്ന അവസ്ഥയിലാ. നൂല് പൊട്ടിയ പട്ടം പോലെ എന്റെ ജീവിതം. മിഥുനെ മോഹിക്കുന്നത് വെറുതെയാണെന്ന് പോലും തോന്നുക. എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ. മേഘനയുടെ ഈ ഗർഭിണി അവതാരം സാഹചര്യങ്ങൾ ആകെ മാറ്റിയിരിക്കുക. എല്ലാവരും ഇപ്പൊ അവളോട് അടുത്തോണ്ടിരിക്കുക. അത് സംഭവിക്കാൻ പാടില്ല. അതിനാദ്യം എല്ലാവരുടെയും മനസ്സിലും മേഘനെ കുറിച്ചുള്ള എന്തെങ്കിലും വിഷബീജം ഇട്ടു കൊടുക്കണം. അതെങ്ങനെയാ? ഇങ്ങനൊരു പണി കൊടുത്താ മേഘനയുടെ കഥ ഒന്നുകൂടെ മലക്കം മറിഞ്ഞോളൂ. എന്റെ വഴി ക്ലിയർ ആവാനുള്ള ഹരിശ്രീ കുറിക്കുകയും ചെയ്യാം. ഹലോ. ഹലോ മൈ ഡിയർ ഭാവി വധു. ഈ ദാസനോട് അല്പം കരുണ കാണിക്കാൻ നിനക്ക് തോന്നുന്നില്ലേ? അതിനിപ്പോ എന്താ ഉണ്ടായേ? ഒരു ഫോൺ കോള് പോലും ഇല്ലല്ലോ. സംസാരിച്ചിട്ട് എത്ര മണിക്കൂറായെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഫോൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആകാശ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ഏട്ടത്തി നമ്മുടെ കഥയുടെ അടുത്ത അധ്യായം എഴുതി തുടങ്ങിയോ? എന്റെ ഏട്ടത്തിയമ്മയുടെ കഥ തന്നെ ഇപ്പൊ ആകെ കൺഫ്യൂഷനിലായി ഒരിടത്ത് നിൽക്കുക.
അതിനിടക്ക് നമ്മുടെ കഥ എഴുതാനുള്ള സമയമൊന്നും ഏട്ടത്തിക്കില്ല ആകാശ്. നീ എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിലിനി എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവേയില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. നിന്റെ ഏട്ടത്തിയമ്മ നമ്മളെ സഹായിക്കുമെന്നല്ലേ പറഞ്ഞത്? എന്റെ പൊന്നാകാശ്, വീട്ടിലെ അവസ്ഥയാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഈ സമയത്ത് നമ്മുടെ കാര്യം പറഞ്ഞ് ഏട്ടത്തിയമ്മയെ ഫോഴ്സ് ചെയ്യാൻ എനിക്കാവില്ല. ദയവേത് നീ ഒന്ന് മനസ്സിലാക്കടാ. ഇനി എത്ര നാളെന്ന് വെച്ചാ ഞാൻ വെയിറ്റ് ചെയ്യാ? ഇത്രയും നാള് വെയിറ്റ് ചെയ്തില്ലേ, ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ നിനക്ക് പറ്റില്ലെന്നാണോ? എനിക്ക് കുഴപ്പമില്ല. നമ്മൾ എടുത്തു ചാടാൻ നിന്ന പോസിറ്റീവ് റിസൾട്ടിനേക്കാൾ നെഗറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ആകാശ്. കുറച്ച് ലേറ്റ് ആയാലും എല്ലാം വീട്ടുകാരെ സമ്മതിപ്പിക്കുന്ന വിധത്തിലാവണം. അതുകൊണ്ട് എന്റെ മോനെ ആവേശം ഒരല്പം കുറയ്ക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ ഭാവി വധു അഭ്യർത്ഥിച്ചാ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? സാരമില്ല, എന്ത് ചെയ്യാനാ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗുഡ് ബൈ. താങ്ക് യു. എന്നാ ശരി ആകാശ്, വെക്കട്ടെ. ബൈ. ബൈ. മഞ്ജരി, ആ ഗവൺമെന്റ് പ്രോജക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. പുതിയതായിട്ട് എന്തെങ്കിലും ചിന്തിക്കണം. എന്തു വന്നാലും അത് നമ്മുടെ കൈ കിട്ടണം. മിഥുൻ, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലേ. ഡോണ്ട് വെറി. എന്താ മേഘന ഇതൊക്കെ? ആ ഗവൺമെന്റ് പ്രൊജക്ടിന് നമ്മൾ കുറച്ച് പഴയ റെഫറൻസ് എടുക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. മിഥുനേട്ടാ, അതൊരു വലിയ പ്രൊജക്റ്റ് ആണെന്ന് അറിയാലോ. ഇതുവരെ നമ്മുടെ കമ്പനിക്ക് കിട്ടിയ എല്ലാ പ്രൊജക്ടിനേക്കാളും വളരെ സ്പെഷ്യൽ പ്രൊജക്റ്റാ. അതിനെക്കുറിച്ചുള്ള ചില റെഫറൻസ് ഞാൻ നെറ്റിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പല തരത്തിലുള്ള ഐഡിയാസുമായിട്ട് നമുക്ക് ക്ലയൻസിനെ ഞെട്ടിക്കാൻ കഴിയും. മിഥുനേട്ട് സമയം കിട്ടുമ്പോൾ ഈ ഫയലൊന്ന് നോക്കിക്കോണേ. അപ്പൊ ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടും. ഞാൻ ഇങ്ങനെ ഒരു രീതിയെ പറ്റി ആലോചിച്ചേ ഇല്ല മേഘനെ. യു ആർ റൈറ്റ്. ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് അപേക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കണം. താങ്ക് യു ഫോർ യുവർ സജഷൻ. ഞാൻ കുറെ ഏറെ റെഫറൻസസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ദ ബെസ്റ്റ് എന്ന് തോന്നിയത് മാത്രമേ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പൊ അതിൽ നിന്ന് ദ ബെസ്റ്റ് തെരഞ്ഞെടുക്കാൻ മിഥുനേട്ടന് വളരെ എളുപ്പമായിരിക്കും. ഞാനും നോക്കട്ടെ മേഘനെ. ഇതെന്തായാലും വലിയൊരു ഉപകാരമായി. നീ കണ്ടല്ലോ മഞ്ജരി, നമുക്ക് കിട്ടാത്ത ഐഡിയ മേഘനയ്ക്ക് കിട്ടി. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഈ പ്രൊജക്ടിന്റെ കാര്യത്തിൽ മിഥുനേട്ടനും മഞ്ജരിയും മാത്രം ഡിസൈൻ ചെയ്ത അതിൽ പുതിയ പോയിന്റ്സ് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ അതിനു പകരം നമ്മുടെ സ്റ്റാഫിൽ ചിലരെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിക്കുകയാണെങ്കിൽ പുതിയ പല ഡിസൈൻസും നമുക്ക് കിട്ടും. അവരുടേതായ തോട്ട് പ്രോസസ്സും കൂടി നമുക്ക് പ്രയോജനപ്പെട്ടാ നല്ലതല്ലേ എന്ന് എന്റെ അഭിപ്രായം. ഇതും വളരെ നല്ലൊരു അഭിപ്രായം തന്നെ മേഘനെ. ഒരു കോൺഫറൻസ് മീറ്റിംഗ് നടത്തി നമുക്കിത് അറിയിക്കാം. അയ്യോ മിഥുനേട്ടാ, നമുക്ക് അത്രയേറെ സാവകാശമൊന്നും ഇല്ല കേട്ടോ. കോൺഫറൻസോ മീറ്റിംഗോ ഒന്നും വേണ്ട. ഒരു മിനിറ്റ് നിൽക്കണേ. രാജൻ ചേട്ടാ, ഒന്ന് സ്റ്റാഫ്സിനോട് എല്ലാവരോടും മിഥുനേട്ടന്റെ ക്യാബിനിലേക്ക് വരാൻ പറയോ? മേഘന ഈ പ്രോജക്റ്റ് കുത്തകയ്ക്ക് അങ്ങ് എടുക്കാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങളുടെ മുമ്പിൽ കിടന്നവള് വിളയെ നോക്കുവാണല്ലോ. എല്ലാവരെക്കാളും മിടുക്കിയാണെന്ന് അവള് വരുത്തി തീർക്കാനുള്ള ശ്രമോ? നിന്റെ വാല് മുറിച്ചു കളയാൻ സമയായിരിക്കുന്നു മേഘനെ.